നമസ്കാരം. സ്പോർട്സ് റിപ്പോർട്ടറിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ചെന്നൈയിലെ ചെപ്പോക്കിലുള്ള എം.എ. ചിദംബരം സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇവിടെയാണ് നാളെ ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള 2020 ലോകകപ്പിലെ നിർണായകമായ സൂപ്പർ 8 പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു മത്സരം തന്നെയായിരിക്കും ഇത്. കാരണം ആദ്യ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ ഒരു വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല സിംബാബ്വേയുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ 100 റൺസിൻ്റെ വലിയൊരു പരാജയമാണ് സിംബാബ്വേയും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനും ഏറെ നിർണായകം തന്നെയാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. നമുക്കിനി ആ മത്സരത്തിലെ സാധ്യതകളിലേക്ക് വരാം. ഒപ്പം തന്നെ ഇന്ന് ഒരു പ്രീ മാച്ച് പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓപ്ഷനിലായതുകൊണ്ട് തന്നെ അധികം താരങ്ങൾ വന്നില്ല. ഇന്ത്യൻ നിരയിൽ നിന്നും തിലക് വർമ്മയും ഒപ്പം തന്നെ വരുൺ ചക്രവർത്തിയും മാത്രമാണ് ഇന്ന് പരിശീലനത്തിനെത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഫുൾ ടീം തന്നെ ഇവിടെ പരിശീലനത്തിനായി എത്തിയിരുന്നു. റിങ്കു സിംഗ് ഒഴിച്ച്. റിങ്കു സിംഗ് അച്ഛൻ്റെ അസുഖം മറ്റും കാരണം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ന് അർദ്ധരാത്രിയുടെ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ടീമിനൊപ്പം ജോയിൻ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, ഇന്ത്യൻ ടീമിൽ അതായത് നിർണായകമായ മത്സരം കളിക്കുന്ന സൂപ്പർ 8 രണ്ടാം മത്സരത്തിനിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ കൂടിയായ സിദ്ധാൻഷു കൊട്ടക് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സൂചന ഇപ്പോൾ വന്നിരിക്കുകയാണ്. സഞ്ജു കളിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ടോപ്പ് ഓർഡറിൽ തന്നെയായിരിക്കും ആ മാറ്റങ്ങൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസണും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. ഒപ്പം തന്നെ വൺ ഡൗൺ പൊസിഷനിൽ ഇഷാൻ കിഷൻ വരും. നമുക്കറിയാം ഇഷാൻ കിഷൻ വൺ ഡൗൺ പൊസിഷനിലാണ് ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി വരെ നേടിയിട്ടുണ്ടായിരുന്നത് കാര്യവട്ടത്ത് നടന്ന അവസാന T20 മത്സരത്തിൽ. ഒപ്പം തന്നെ 4-ാം നമ്പറിൽ അങ്ങനെയായിരിക്കും തിലക് വർമ്മയായിരിക്കും വരിക. തിലക് കഴിഞ്ഞ ദിവസവും ഇന്നും ഒരുപാട് സമയം പരിശീലനത്തിൽ ചിലവഴിച്ചെന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഇന്ന് പരിശീലനത്തിനിറങ്ങിയ ഏക ബാറ്റർ ഇന്ന് തിലക് വർമ്മ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിലക് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നെറ്റ്സിൽ. അതുകൊണ്ട് തന്നെ തിലക് ഇറങ്ങാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 4-ാം നമ്പറിൽ തിലക് വർമ്മ, 5-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ്, 6 ഹർദിക് പാണ്ഡ്യ, 7 ശിവം ദുബെ അങ്ങനെയായിരിക്കും പോവുക. ഒപ്പം തന്നെ കഴിഞ്ഞ 2 മത്സരത്തിലും കളിക്കാതിരുന്ന ഓൾറൗണ്ടർ അക്സർ പട്ടേൽ സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ തിരിച്ചു വന്നേക്കുമെന്നുള്ളൊരു സൂചനയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കുൽദീപ് യാദവ്, നമുക്കറിയാം ചെന്നൈയിലെ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെ കുൽദീപ് യാദവിനെ ഇന്ന് സിംബാബ്വേക്കെതിരായ സൂപ്പർ 8 മത്സരത്തിൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഹർദിക് പാണ്ഡ്യയും ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയും മാത്രമായിരിക്കും പേസർമാർ. 3 സ്പിന്നർമാർ കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ എന്നിങ്ങനെയായിരിക്കും സ്പിൻ വിഭാഗവും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയം മാത്രം പോരാ, മറ്റ് മത്സരം ബലം കൂടി ഈ ഒരു മത്സരത്തെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് നാളെ ആദ്യം നടക്കുന്നത് 3 മണിക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക മത്സരം തന്നെയായിരിക്കും ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം ആ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മറ്റ് മത്സരഫലങ്ങൾ ആശ്രയിക്കേണ്ട. ഇന്ത്യക്ക് ശേഷിക്കുന്ന 2 മത്സരം വിജയിച്ചാൽ മതി. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് വിജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം 2 മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രം പോരാ, നെറ്റ് റൺ റേറ്റ് വലിയ രീതിയിൽ അടിസ്ഥാനമാകും. നിലവിലിപ്പോൾ 4 ടീമുകളും ഓരോ മത്സരം വീതം പൂർത്തിയാക്കിയപ്പോൾ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ നിലവിൽ ഇന്ത്യ 3-ാം സ്ഥാനത്താണുള്ളത്. ഗ്രൂപ്പിലെ 2 ടീമുകൾ മാത്രമാണ് സെമിയിലേക്ക് മുന്നേറുക. ഓരോ മത്സരം വീതം വിജയിച്ച വെസ്റ്റ് ഇൻഡീസിനും ദക്ഷിണാഫ്രിക്കയും 2 പോയിന്റ് വീതമാണുള്ളത്. അതിൽ തന്നെ വെസ്റ്റ് ഇൻഡീസാണ് ഗ്രൂപ്പിൽ മുന്നിലുള്ളത്. +5.3 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ നെറ്റ് റൺ റേറ്റ് +3.8 ആണ്. ഈ കണക്കിൽ ഇന്ത്യ ബഹുദൂരം പിന്നിലാണുള്ളത്. ഇന്ത്യയുടേത് -3.8 ആണ് ഇന്ത്യയുടെ റൺ റേറ്റ് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ 77 റൺസിൻ്റെ തോൽവി വഴങ്ങിയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. ഈ റൺ റേറ്റ് പോസിറ്റീവ് ആകണമെങ്കിൽ അടുത്ത മത്സരത്തിൽ സിംബാബ്വേയെ കുറഞ്ഞത് 77 റൺസിനെങ്കിലും ഇന്ത്യ തോൽപ്പിക്കണം. രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വിജയലക്ഷ്യം വളരെ പെട്ടെന്ന് തന്നെ മറികടക്കുകയും വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് 101 റൺസൊക്കെയാണ് ഇന്ത്യയുടെ വിജയലക്ഷ്യമെങ്കിൽ 7 ഓവറിനുള്ളിൽ ഇന്ത്യ ജയിക്കേണ്ട അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ പോയിന്റ് നിലയിൽ തുല്യത പാലിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ വെസ്റ്റ് ഇൻഡീസിനും ദക്ഷിണാഫ്രിക്കയ്ക്കും ഇന്ത്യയെ മറികടന്ന് സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെടുകണം. ഒപ്പം തന്നെ ഇന്ത്യ 2 മത്സരത്തിലും വിജയിക്കുകയും ചെയ്താൽ ഇന്ത്യക്ക് അനായാസം സെമിയിലേക്ക് മുന്നേറുകയും ചെയ്യാം.
അതാണ് നിലവിൽ ഈ ഒരു ഗ്രൂപ്പിലെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെ ഇന്ത്യ സൂപ്പർ 8 ഈ ഒരു രണ്ടാം മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ സിദ്ധാന്ത് കൊട്ടക് സൂചിപ്പിച്ച പോലെ തന്നെ 2 മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന തന്നെയാണുള്ളത്. മറുവശത്ത് സിംബാബ്വെ വളരെ പ്രതീക്ഷയോടെ ഞാൻ ഈ ഒരു മത്സരത്തിൽ നിൽക്കുന്നു. കാരണം ടൂർണമെൻറ്റിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഫേവറേറ്റുകളൊന്നും അല്ലാതിരുന്ന അവർ വളരെ പെട്ടെന്ന് തന്നെ വന്ന് ശ്രീലങ്കയും ഓസ്ട്രേലിയയും അടക്കമുള്ള ഗ്രൂപ്പിൽ നിന്ന് 1ാം സ്ഥാനക്കാരായിട്ടാണ് സൂപ്പർ 8 മുന്നേറിയത്. സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് കീഴടങ്ങിയില്ല, വലിയ രീതിയിൽ പരാജയപ്പെട്ടെങ്കിലും ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് സിംബാബ്വെയും ലക്ഷ്യമിടുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത പോരാട്ടമാണ് അവർ നടത്താൻ പോകുന്നത്. കാരണം അവർക്കിനിയൊന്നും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ ഒരു അതിശക്തമായ പോരാട്ടം തന്നെയായിരിക്കും സിക്കന്ദർ ആസയും സംഘവും ചെന്നൈയിലെ ചെപ്പോക്കിൽ നടത്താൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫേവററ്റുകൾ, കിരീട പ്രതീക്ഷയുമായി എത്തിയ ടോപ്പ് ഫേവററ്റുകളായി വന്ന് മറ്റ് ടീമുകളുടെ ഫലം കൂടി നോക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത്. എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ചെന്നൈയിലെ ചെപ്പോക്കിൽ നാളെ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, ചെന്നൈ.